ഒരാഴ്ച മുമ്പ് കസ്റ്റമറിന് നമ്മൾ ഡിസ്പ്ലേ ഒക്കെ മാറി പക്കാക്കി കൊടുത്ത ഫോണായിരുന്നു ഇത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും നിരത്ത് വീണ് ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിട്ടുണ്ട്. പോരാഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രെയിം അന്ന് തന്നെ മാറേണ്ടതായിരുന്നു. ഫ്രെയിമിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ പോയതായിരുന്നു. അന്ന് പുതിയ ഫ്രെയിം വാങ്ങാൻ കസ്റ്റമറിൻ്റെ ക്യാഷ് ഇല്ലാഞ്ഞ പേരിലാണ് മാറാഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നമ്മളെടുത്ത് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ മാറാനും അതുപോലെ തന്നെ ഫ്രെയിം മാറാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഡിസ്പ്ലേ മാറിക്കൊടുക്കുന്നത്. സാധാരണ ഒരു ഷോപ്പിൽ വാറണ്ടി കാര്യങ്ങൾ ഡിസ്പ്ലേക്ക് കൊടുക്കാറില്ല. അപ്പോൾ ഫ്രെയിമിൻ്റെ ക്യാഷ് മാത്രം കസ്റ്റമർ തരാമെന്ന് പറഞ്ഞു. മറ്റതും ഡിസ്പ്ലേയുടെയും തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് വേണ്ട. അതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 ഡിസ്പ്ലേ ഒക്കെ മാറുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നാന്നുള്ളത്. അവർ കഷ്ടപ്പെട്ടായിരിക്കും ഒരു ഡിസ്പ്ലേ മാറാൻ വേണ്ടി ഈ ഫോണും കൊണ്ടൊക്കെ വരുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ അവർ പുതിയ ഫോൺ മേടിക്കുകയല്ലേ ഉള്ളായിരുന്നു. എന്തായാലും നമ്മൾ പുതിയ ഫ്രെയിമിലോട്ട് ഈ ഫോണിൻ്റെ എല്ലാ സാധനങ്ങളും അഴിച്ച് കയറ്റി പുത്തൻ ഡിസ്പ്ലേ ഇട്ട് പക്കാക്കിയാണ് നമ്മൾ ഈ ഫോൺ കൊടുക്കുന്നത്. പൊട്ടിപ്പോയത് പൊട്ടിപ്പോയി. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ മാറിക്കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഡിസ്പ്ലേ മാറിക്കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയം ഉണ്ടാകാനില്ല. ഒരുപാട് പേർക്ക് നമ്മൾ ഡിസ്പ്ലേ മാറിക്കൊടുക്കുകയും ബാറ്ററി മാറിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതും ഫ്രീ ആയിട്ട്. അത് അതിൻ്റെതായ കാരണവും കാര്യങ്ങളും ഉണ്ടായിട്ടാണ്. അപ്പം എന്തായാലും ഇത് മാറിയതിൻ്റെ പേരിൽ എനിക്ക് നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നിന്നാലേ ഉള്ളൂ അതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്.